നിരാശകൾക്കിടയിലും പ്രതീക്ഷയുടെ ചില കണികകൾ പോലെ ചില വാർത്തകൾ ഉയർന്നു വരും. ഇപ്പോൾ ഇതാ ഇന്ത്യൻ മൂലധന വിപണിയിലെ വിദേശ നിക്ഷേപം 6 കലണ്ടർ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയെന്നുള്ള വാർത്തകൾ വരികയാണ്. വലിയൊരു വർധനവ് വിദേശത്ത് നിന്നും ഇന്ത്യൻ ഓഹരികളിലേക്ക് ഈ വർഷം എത്തിയിരിക്കുന്നു. ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ 1,00,000 കോടി നിക്ഷേപം എത്തുമെന്നുള്ള പ്രതീക്ഷകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു കലണ്ടർ വർഷം ഇതിനേക്കാൾ കൂടുതൽ തുക മുൻപ് നിക്ഷേപിക്കപ്പെട്ടത് 2013-ലാണ്. ഇപ്പോൾ ഇതാ 2013-ന് സമാനമായി 2019 കലണ്ടർ വർഷത്തിലെ അവസാന 3 മാസങ്ങളിൽ മാത്രം ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് വലിയ നിക്ഷേപങ്ങൾ എത്തിയിരിക്കുകയാണ്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ 22,463 കോടി രൂപയുടെ വിദേശ നിക്ഷേപം പിൻവലിക്കപ്പെട്ടിരിക്കുകയാണ്. BNP പാരിബാസ് പുറത്തുവിട്ട കണക്കുകളിൽ 2019-ൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിദേശ നിക്ഷേപം വൻതോതിൽ വർദ്ധിച്ചതായി പറയുകയാണ്. ഇന്ത്യയിലേക്ക് $12.8 ബില്യൺ, തായ്വാനിലേക്ക് $9.1 ബില്യൺ, ഇന്തോനേഷ്യയിലേക്ക് $2.9 ബില്യൺ വിദേശ നിക്ഷേപം എത്തിയത്. ഇന്ത്യയിലേക്ക് 2013-ൽ വലിയ രീതിയിലുള്ള വിദേശ നിക്ഷേപം എത്തിയിരുന്നു. 2014-ലും കുറച്ചുകൂടി വലിയ വർധനവ് ഉണ്ടായി. 2015-ൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ വർധനവ് ഇപ്പോൾ 2019 എത്തുമ്പോഴേക്കും വരുമ്പോൾ അത് ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ത്യയിലെ ഓരോ നിക്ഷേപകർക്കും വലിയ പ്രതീക്ഷയാണ്. 2017-ൽ നിന്നും 2018-ലേക്ക് എത്തുമ്പോൾ വൻതോതിൽ നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ വലിയൊരു കുതിച്ചുകയറ്റം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും 2019-ൽ വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് എത്തുന്നത് ഒരു ശുഭസൂചനയാണ്. ഇന്ത്യൻ മൂലധന വിപണിയിൽ വിദേശ നിക്ഷേപകർക്ക് മുൻപുണ്ടായിരുന്ന വിശ്വാസം തിരികെ വരുന്നു എന്നുള്ള സൂചനകളാണ് ഇതിലൂടെ പുറത്തു വരുന്നതും. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.